സംസ്ഥാനത്തെ കൂടിയ ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. 12 ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ ഉയർന്ന താപനില 40 ഡിഗ്രിയിലേക്ക് എത്തുമെന്ന് പറയുന്നു. ഇന്നു മുതൽ 2 ദിവസത്തേക്ക് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിവരം. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. മേഘന, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. SKN വരുന്ന ദിവസങ്ങളിലും സംസ്ഥാനം ഉരുകി ഒലിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 12 ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. അതിൽ ഇടുക്കി, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലുമാണ് ഉയർന്ന താപനിലയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ വേണം. കാരണം ഇതിൽ എല്ലാ ദിവസവും ഉണ്ടാകുന്നതിനേക്കാളും 2-3 ഡിഗ്രി സെൽഷ്യസ് താപനില കൂടാനാണ് സാധ്യത എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിൽ വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാ തരത്തിലും എല്ലാ മേഖലയിലുമുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ പലതരത്തിലും പല ആളുകളും പറയുന്നത് ഈ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല, എങ്ങനെയെങ്കിലും ഒന്ന് മഴ ലഭിച്ചാൽ മതി എന്നുള്ളതാണ്. ആ ഒരു സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വരുന്ന 2 ദിവസത്തിനുള്ളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും നിലവിൽ മഴ ലഭിച്ചിട്ടുണ്ട്. ആ മഴ തെക്കൻ കേരളത്തിലേക്കും അടക്കം എത്തുമെന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. എന്തായാലും അതിൽ ഈ ചൂട് കൂടുന്നതോടുകൂടി തന്നെ സംസ്ഥാനത്തിന്റെ പല മേഖലകളിലും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ചേട്ടാ, വലിയ ചൂടാണോ? പിന്നെ ചൂടാണോ? വണ്ടിക്കകത്ത് നിൽക്കാനും പറ്റുന്നില്ല. ഞാൻ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറാണ്. വണ്ടിക്കകത്ത് നിൽക്കാനും പറ്റുന്നില്ല, ഒരു രക്ഷയില്ല. ഒരു ദിവസം തന്നെ എങ്ങനെ പോയാലും ഒരു 10 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുന്നുണ്ട്. തണുത്ത വെള്ളം മേടിക്കാൻ തന്നെ എങ്ങനെ പോയാലും ഒരു 200 രൂപ അതിന് പോകും. അങ്ങനെ വലിയ പ്രതിസന്ധി. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തമ്പാനൂരിലെ ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ ഇവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ട്. ചേട്ടാ, വലിയ ചൂടാണോ? പിന്നെ ചൂടെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ലല്ലോ. ഞാൻ രാവിലെ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, വേർത്ത് കുളിക്കുന്നു. പറയാൻ പറ്റുമോ? AC ഫിറ്റ് ചെയ്യേണ്ടി വരും. AC ഫിറ്റ് ചെയ്യാൻ മുതലാളി സമ്മതിക്കണ്ട. ഒരു ഫാൻ പോലും മുതലാളി വാങ്ങിച്ചു വെച്ചിട്ടില്ല. എല്ലാ വണ്ടിയിലും ഫാനുണ്ട്, ഈ വണ്ടിയിൽ ഒരു ഫാൻ പോലും ഇല്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. രാവിലെ വണ്ടി എടുത്തതേ ഉള്ളൂ, അപ്പോഴേ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടോ? വെള്ളമൊക്കെ ആവശ്യം അനുസരിച്ച് വെള്ളം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം. അങ്ങനെ തന്നെയാണ്. ഈ സംസ്ഥാനത്ത് പല മേഖലകളിലും ജോലി ചെയ്യുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ ദിവസവും ഉണ്ടാകുന്നതിനേക്കാളും 2-3 ഡിഗ്രി സെൽഷ്യസ് വർധനയാണ് ഈ താപനിലയിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഊർജ്ജ മേഖലയിലും വൈദ്യുതി ഉൽപാദനത്തിലും വലിയ പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇനി ലോഡ് ഷെഡിംഗ് അടക്കം ഏർപ്പെടുത്തേണ്ടി വരുമെന്നുള്ളതാണ് KSEBയുടെ ഒരു വിലയിരുത്തലായി വരുന്നത്. അതുപോലെ തന്നെ പല മേഖലകളിലും ക്ഷീരമേഖല അടക്കമുള്ള പല മേഖലകളിലും വലിയ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ചേട്ടാ, ഭയങ്കര ചൂടാണോ? ഭയങ്കര ചൂട്. ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ? വിട്ട് പോണം. എന്തായാലും സമൂഹത്തിന്റെ പല മേഖലകളിലുള്ള ആളുകളാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. അവർ പറയുന്നത് ഈ ചൂടിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് മഴ പെയ്യണം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വരുന്ന 2 ദിവസത്തിനുള്ളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നിലവിൽ നല്ല മുൻകരുതലുകൾ എടുക്കണം. അത് 11 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങുന്നവർ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നല്ലോണം വെള്ളം കുടിക്കുക, കറുത്ത വസ്ത്രം ധരിക്കാതിരിക്കുക അടക്കമുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നുള്ള കാര്യം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.